നമസ്കാരം. വി.ഡി. സവർക്കർ എന്ന സ്വാതന്ത്ര്യ സമര പോരാളി ഇത്രയധികം മ്ലേച്ഛമായി അപമാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമായിരിക്കും. സവർക്കറെക്കുറിച്ചുള്ള ചോദ്യം ഉൾപ്പെടുത്തിയതിന് വാളെടുത്ത് ഉറഞ്ഞു തുള്ളുന്നവർ അറിയാതെ പോകുന്ന ചിലതുണ്ട്. ഇവരെയൊന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ടിപ്പുവിനെയും വാര്യം കുന്നനെയും പിണറായി വിജയനെയും ഒക്കെ വീരപുരുഷന്മാരായി കാണുന്നവരോട് എന്തു പറഞ്ഞിട്ടെന്തു കാര്യം? വീർ സവർക്കർ ആരാണെന്നും എന്താണെന്നുമുള്ളത് മനസ്സിലാക്കാനായി ചിലത് പറയാം. ഇത് ശ്രീജിത്ത് പണിക്കരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലാകും വീർ സവർക്കർ ആരാണെന്നും എന്താണെന്നും. ആ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കാര്യം പലർക്കും സവർക്കറോട് വിയോജിപ്പും എതിർപ്പും ഒക്കെ കാണും. പക്ഷേ എന്നു കരുതി സത്യം സത്യമല്ലാതാവില്ലല്ലോ. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ കാലം തടവു ശിക്ഷ ലഭിച്ച ഇന്ത്യക്കാരൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വി.ഡി. സവർക്കർ എന്നു തന്നെയാണ്. ആ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് ചരിത്രം മാറുമോ? ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്തു, ബ്രിട്ടീഷ് ഭരണത്തെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തി, നാസി കളക്ടറായിരുന്ന ആർതർ ജാക്സനെ വധിക്കാൻ പ്രേരണ നൽകി എന്നീ കുറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇരട്ട ജീവപര്യന്തമാണ് ബ്രിട്ടീഷ് കോടതി സവർക്കർക്ക് വിധിച്ചത്. 25 വർഷം വീതം, ആകെ 50 കൊല്ലം. അതിൽ 10 കൊല്ലം ആൻഡമാനിലെ കാലാപാനി സെല്ലുലാർ ജയിലിൽ, 4 കൊല്ലം വിവിധ ജയിലുകളിൽ: ലണ്ടനിലെ ബ്രിക്സ്റ്റൺ ജയിൽ, ബോംബെയിലെ ഡിംഗ്രി ജയിൽ, കൽക്കട്ടയിലെ ആലിപ്പൂർ ജയിൽ, രത്നഗിരി ജയിൽ, പൂനെയിലെ യെർവാഡ ജയിൽ. അങ്ങനെ അടുത്ത 13 കൊല്ലം രത്നഗിരിയിലെ വീട്ടിൽ കർശന ഉപാധികളോടെ വീട്ടുതടങ്കലിൽ. അങ്ങനെ ആകെ 27 വർഷം. കാലാപാനിയിൽ ഡേഞ്ചറസ് പ്രിസണർ എന്ന വിഭാഗത്തിലായിരുന്നു സവർക്കർ. കടുത്ത ശിക്ഷാമുറകൾ പതിവായിരുന്നു. വെറും കൈ ഉപയോഗിച്ച് തൊണ്ടിൽ നിന്നും ചകിരി വേർപ്പെടുത്തി കയറുണ്ടാക്കുക എന്നതായിരുന്നു അതിലൊന്ന്. കയ്യിൽ നിന്നും രക്തമൊലിച്ചിട്ടും അത് നിർത്താൻ അധികൃതർ സമ്മതിച്ചില്ല. പിന്നെ ജയിലിലെ മില്ലിൽ മണിക്കൂറുകളോളം ചക്രം തിരിച്ച് കൊപ്രയാട്ടി എണ്ണയെടുക്കാൻ നിയോഗിച്ചു. ആദ്യ 2 വർഷത്തിൽ മാത്രം ഏകാന്ത തടവ് 15 മാസം. ഉയർന്ന ഒരു പൊസിഷനിൽ കൈവിലങ്ങ് ലോക്ക് ചെയ്ത, ഇരിക്കാൻ സൗകര്യമില്ലാതെ ഒരിടത്ത് നിർത്തിയത് 63 ദിവസം. നിൽക്കുന്നിടത്തു നിന്ന് കാലനക്കാൻ അനുവദിക്കാതെ കാൽക്കുഴകളിൽ ഇരുമ്പുകട്ടകൾ പിടിപ്പിച്ചു നിർത്തിയത് 5 മാസം. നടക്കാനോ ഇരിക്കാനോ കിടക്കാനോ സാധ്യമല്ലാത്ത നിലയിൽ കാലുകൾക്ക് കുറുകെ ഇരുമ്പുകട്ടകൾ ഉപയോഗിച്ച് നിർത്തിയത് 10 ദിവസം. ശാരീരിക ക്ഷമത ആവശ്യമായ ജോലികൾ ചെയ്യിപ്പിക്കുമ്പോഴും ഒരു കുഞ്ഞിന് ആവശ്യമുള്ളത്രയും ഭക്ഷണം പോലും കൊടുക്കാതിരുന്നത് 24 ദിവസം. തൻ്റെ ഒപ്പം വന്നവർക്കൊന്നും ഇല്ലാത്ത ശിക്ഷയാണ് തനിക്കെന്നും ഇത് അനീതിയാണെന്നും തന്നെ രാഷ്ട്രീയ തടവുകാരനായി കാണണമെന്നും സവർക്കർ ബ്രിട്ടീഷ് അധികൃതർക്ക് കത്തയച്ചു. പലരുടെയും ശിക്ഷാ കാലാവധി കുറച്ച് മോചിപ്പിക്കുമ്പോഴും സവർക്കർക്ക് ഒരു ആനുകൂല്യവും ബ്രിട്ടൻ നൽകിയില്ല. ഇതിനിടെ സവർക്കർ മാപ്പപേക്ഷകൾ കൊടുത്തു തുടങ്ങി. എന്നാൽ ഒരെണ്ണം പോലും ബ്രിട്ടൻ പരിഗണിച്ചില്ല. നിയമങ്ങൾ അനുസരിക്കാമെന്നും വിപ്ലവ പ്രവർത്തനം നടത്തില്ലെന്നും ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരെ സമാധാനത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരാമെന്നും ബ്രിട്ടീഷ് സർക്കാരിനെ സഹായിക്കാമെന്നുമൊക്കെ എഴുതി. എന്നാൽ അതിലൊന്നുപോലും ബ്രിട്ടൻ വിശ്വസിച്ചില്ല. സവർക്കറുടെ മാപ്പപേക്ഷ പരിഗണിച്ച ബ്രിട്ടീഷ് ഹോം മെമ്പറായിരുന്ന സർ റെജിനാൾഡ് കാർഡ്രോക്ക് രേഖപ്പെടുത്തിയത് സവർക്കറിൽ കുറ്റബോധത്തിൻ്റെ കണിക പോലും ഇല്ല എന്നാണ്. സവർക്കർക്ക് ഏതെങ്കിലും തരത്തിൽ ശിക്ഷയിളവ് നൽകുന്നത് പൂർണ്ണമായും അസാധ്യമാണെന്നും ക്രാഡോക്ക് എഴുതി. മാപ്പപേക്ഷയുമായി ബന്ധപ്പെട്ട കത്തിടപാടുകളിൽ ബ്രിട്ടീഷ് അധികൃതർ എഴുതിയത് ഇന്ത്യ ജന്മം നൽകിയ ഏറ്റവും അപകടകാരികളായ മനുഷ്യരിൽ ഒരാളാണ് സവർക്കർ എന്നാണ്. ക്രാഡോക്ക് എഴുതിയത് ഇങ്ങനെയാണ്: മാപ്പപേക്ഷ ജയിലിന് പുറത്തു വരാനുള്ള സവർക്കറുടെ തന്ത്രം മാത്രമാണെന്നും പുറത്തുവിട്ടാൽ സവർക്കർ വീണ്ടും വിപ്ലവകാരികൾക്ക് പ്രചോദനമായി സർക്കാരിനെതിരെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്നുമായിരുന്നു ബ്രിട്ടന്റെ കണക്കുകൂട്ടൽ. ക്രാഡോക്കിനെ കൂടാതെ സവർക്കറുടെ മറ്റ് മാപ്പപേക്ഷകൾ പരിശോധിച്ചവരിൽ ഹോം മെമ്പർ സർ വില്യം വിൻസെന്റ്, എച്ച് മക്ഫേഴ്സൺ എന്നിവരുമുണ്ട്. ഇരുവരും എഴുതിയത് സവർക്കർ അപകടകാരിയാണെന്നാണ്. ഇതിനിടയിൽ 1918 കുറേ തടവുകാരെ ആൻഡമാനിൽ നിന്നും മാറ്റാൻ തീരുമാനിച്ചപ്പോൾ ജയിൽ സൂപ്രണ്ട് സവർക്കറുടെ പേര് വെട്ടി. അതേക്കുറിച്ച് ഉദ്യോഗസ്ഥൻ SR ഹിഗ്നൽ എഴുതിയത് ഇങ്ങനെയാണ്: സവർക്കർ അപകടകാരിയും ഒത്തുതീർപ്പിന് വഴങ്ങാത്തവനുമാണ്. സവർക്കർ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നു എന്നതുകൊണ്ട് മാപ്പപേക്ഷ പരിഗണിച്ചില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് 1920 ഇന്റലിജൻസ് ബ്യൂറോ റെക്കോർഡുകൾ. മറ്റൊരു മാപ്പപേക്ഷയിൽ തന്നെ മോചിപ്പിച്ചാൽ ബ്രിട്ടീഷ് സർക്കാരിനെ സഹായിക്കാമെന്ന് സവർക്കർ എഴുതിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജയിലിലെ പെരുമാറ്റം എങ്ങനെയുണ്ടെന്ന് അധികൃതർ അന്വേഷിച്ചു. അതിനു മറുപടിയായി ജയിൽ അധികൃതർ അറിയിച്ചത് കക്ഷി മാന്യനും വിനയമുള്ളവരും ഒക്കെയാണ്, പക്ഷേ ബ്രിട്ടീഷ് സർക്കാരിനെ സഹായിക്കാനുള്ള എന്തെങ്കിലും ഉദ്ദേശം കക്ഷിക്കുള്ളതായി ഒരിക്കലും തങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ്. പിന്നീട് ഒരിക്കൽ നൽകപ്പെട്ട മാപ്പപേക്ഷ പരിശോധിച്ച ശേഷം ബ്രിട്ടീഷ് ഇന്ത്യൻ സർക്കാർ ആൻഡമാൻ ചീഫ് കമ്മീഷണർക്ക് അയച്ച കത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: സവർക്കറെ പുറത്തുവിടരുതെന്ന തീരുമാനമെടുത്തത് വൈസ്രോയി നേരിട്ടാണ്.
അതിനാൽ മറ്റു പലരുടെയും മാപ്പപേക്ഷകൾ സ്വീകരിച്ചപ്പോഴും സവർക്കറുടേത് മാത്രം സ്വീകരിച്ചില്ല. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് രാഷ്ട്രീയ തടവുകാരെ ജയിലുകളിൽ നിന്ന് മോചിപ്പിച്ചപ്പോഴും സവർക്കറെ വിട്ടില്ല. 1923 മൗലാന മുഹമ്മദ് അലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോൺഗ്രസിന്റെ കാക്കനാട വാർഷിക സമ്മേളനത്തിൽ സവർക്കറുടെ തടവിനെ അപലപിച്ചുകൊണ്ട് കോൺഗ്രസ് ഐക്യകണ്ഠേന പ്രമേയവും പാസാക്കി. പക്ഷെ ഒന്നും നടന്നില്ല. ഒടുവിൽ 1935 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കുകയും പ്രൊവിൻഷ്യൽ മന്ത്രിസഭകൾ നിലവിൽ വരികയും ചെയ്തു. അതോടെ സർ ധൻജി ഷാ കൂപ്പർ പ്രധാനമന്ത്രിയായി. ബോംബെ സർക്കാർ നിലവിൽ വരുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ സർക്കാരിൽ ചേരണമെങ്കിൽ സവർക്കറെ മോചിപ്പിക്കണമെന്ന് ഡെമോക്രാറ്റിക് സ്വരാജ്യ പാർട്ടി നേതാവ് ജംനാ ദാസ് മെഹ്ത ആവശ്യപ്പെടുകയും ഒടുവിൽ പ്രവിശ്യകളുടെ സ്വയംഭരണാവകാശം പരിഗണിച്ച് ആ ആവശ്യം ഗവർണർ ബ്രാബോൺ പ്രഭു അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 27 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം സവർക്കർ മോചിതനായത്. ഇത്രയും കൂടി പറയാം, സവർക്കറുടെ സംഭാവനകൾക്ക് ഇന്ത്യൻ സർക്കാർ പ്രത്യേക പരിഗണന നൽകണമെന്ന ആവശ്യത്തോടെ ഒരു പ്രമേയം 1957 പാർലമെന്റിലെത്തി. എന്നാൽ അതിന് അവതരണാനുമതി നിഷേധിക്കപ്പെട്ടു. അവസാനം ആ പ്രശ്നം വോട്ടിനിട്ടു. അതിലും 48-നെതിരെ 75 വോട്ടുകൾക്ക് അവതരണാനുമതി നിഷേധിക്കപ്പെട്ടു. എന്നാൽ അനുമതി നൽകണമെന്ന് വോട്ട് ചെയ്തവരിൽ ഒരാളെ നമ്മളൊക്കെ അറിയും, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ സാക്ഷാൽ AKG. ചുമ്മാതാണോ ഇന്ത്യയുടെ ഏറ്റവും ശ്രദ്ധേയനായ പുത്രനായിരുന്നു സവർക്കർ എന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിജിയുടെ അമ്മൂമ്മ ഇന്ദിരാഗാന്ധി എഴുതിയത്? ബ്രിട്ടീഷുകാർക്കെതിരായ സവർക്കറുടെ പോരാട്ടത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷ സ്ഥാനമുണ്ടെന്നും അവരെഴുതി. വിനായക് സവർക്കർ എന്നല്ല, വീർ സവർക്കർ എന്നു തന്നെയാണ് ഇന്ദിരാഗാന്ധി എഴുതിയത്. സവർക്കറുടെ ചികിത്സയ്ക്ക് പ്രത്യേക ഗ്രാന്റ് അനുവദിച്ചത് പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയെങ്കിൽ മരണാനന്തരം അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയത് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി. എന്തായാലും സ്കൂൾ ചോദ്യക്കടലാസിലെ ചോദ്യത്തിലും ഉത്തരത്തിലും തെറ്റൊന്നുമില്ല. അതുകൊണ്ട് സസ്പെൻഷൻ കിട്ടിയ അധ്യാപകൻ ധൈര്യമായി കോടതിയെ സമീപിക്കുകയാണ് ചെയ്യേണ്ടത്. ഭരിക്കുന്ന സർക്കാരിന് ഇഷ്ടമില്ലെന്ന് കരുതി ചരിത്ര വസ്തുതകൾ മാറില്ലല്ലോ. ഇങ്ങനെയാണ് ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റ്. ചരിത്രമറിയാത്ത മരക്കഴുതകളാണ് വീർ സവർക്കറെ അവഹേളിച്ചു കൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത് പണിക്കർ പറയുന്നത് വിശ്വസിക്കണമെന്നില്ല. ചരിത്ര പുസ്തകങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കുകയോ ചരിത്രമറിയാവുന്ന വിവരമുള്ള ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുകയോ ചെയ്യണം. ഇനി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ചരിത്രം ഒരിക്കലും മാറില്ല. ചോദ്യങ്ങൾ വിലക്കാം, ചോദ്യമുണ്ടാക്കിയവർക്കെതിരെ നടപടിയും എടുക്കാം. പക്ഷേ ചോദ്യവും ഉത്തരവും അവിടെ തന്നെ ഉണ്ടാകും. കാരണം അത് ചരിത്രമാണ്.